പുതിയ വഖഫ് നിയമ ഭേദഗതി വഖഫ് സ്വത്തുക്കൾ അപഹരിക്കുന്നതാണെന്ന് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള അമീർ പി മുജീബ് റഹ്മാൻ. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള സംഘടിപ്പിച്ച വഖഫ് അപഹരിക്കപ്പെടുമോ വഖഫ് നിയമ ഭേദഗതി ചർച്ചാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ മുസ്ലിം സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്ത പരിപാടിയിൽ കെ മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. വഖഫ് എന്ന് പറയുന്നത് കേവലം പൗരാവകാശത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇത് വിശ്വാസത്തിൻ്റെ കൂടി പ്രശ്നമാണ്. 6 ലക്ഷം ഏക്കറിലായി 5 ലക്ഷം രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്വത്തുണ്ട് എന്നാണ് രജീന്ദർ സച്ചാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുമ്പ് പലതവണ വഖഫ് നിയമം ഭേദഗതി ചെയ്തെങ്കിലും അവയെല്ലാം വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാനായിരുന്നു. എന്നാൽ ഇപ്പോൾ 44 ഭേദഗതികൾ കൊണ്ടുവരുന്നത് വഖഫ് സ്വത്തുക്കൾ അപഹരിക്കാനാണ്. വഖഫ് ബോർഡിനെ നോക്കുകുത്തിയാക്കൽ, ഭരണകൂടത്തിന് അമിത അധികാരം നൽകൽ, വഖഫ് ബോർഡിനെ 4 വിഭജിക്കലടക്കമുള്ള വ്യവസ്ഥകളാണ് കൊണ്ടുവരുന്നത്. ഇവയെല്ലാം ഭരണകൂടത്തിന്റെ വംശീയ അജണ്ടകളുടെ ഭാഗവും പൗരാവകാശങ്ങളുടെ ലംഘനവുമാണെന്നും പി മുജീബ് റഹ്മാൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള സെക്രട്ടറി ശിഹാബ് പൂക്കോട്ടൂർ വഖഫ് നിയമ ഭേദഗതി ചർച്ചാ സംഗമത്തിൽ അധ്യക്ഷത വഹിച്ചു. വഖഫ് ബോർഡ് മുൻ ചെയർമാൻ പാണക്കാട് റഷീദ് അലി തങ്ങൾ മുഖ്യാതിഥിയായി. പള്ളിയായിരിക്കാം, ഒരുപക്ഷെ അല്ലെങ്കിൽ മറ്റുള്ള മതസ്ഥാപനങ്ങളായിരിക്കാം. ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇതൊന്നുമല്ലാതെ വഖഫ് യൂസർ ഉണ്ട്. കാരണം രേഖ ഒന്നും ഉണ്ടാവില്ല, ഡോക്യുമെൻ്റ് ഒന്നും ഉണ്ടാവില്ല, ഡീഡൊന്നും ഉണ്ടാവില്ല. അത് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന, പള്ളിയായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പല സ്ഥലങ്ങളും നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. രേഖ ഉണ്ടാവില്ല, പക്ഷേ വഖഫായിട്ട് പള്ളിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കി, അതൊക്കെ തട്ടിമാറ്റി എടുത്തുകൊണ്ട് പോവുക എന്നുള്ള ഉദ്ദേശം ഉണ്ടാവും ഒരുപക്ഷെ. മുൻ MP കെ മുരളീധരൻ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നതിനെ മതേതരമായി കാണേണ്ടതില്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞു. PT റഹീം MLA, MSS ജനറൽ സെക്രട്ടറി എഞ്ചിനീയർ P മുഹമ്മദ് കോയ, വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി, ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി VH അലിയാർ ഖാസിമി, വഖഫ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ, മെക്ക സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ VPC ഉബൈദ് തുടങ്ങിയവർ ചർച്ചാ സംഗമത്തിൽ സംസാരിച്ചു. മീഡിയ 1 കോഴിക്കോട്.